മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് ഇന്ന് കോൺഗ്രസ്. വയനാട്ടിലെ മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം മോഷ്ടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. ആ പണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവഴിക്കുകയാണ്. കോൺഗ്രസിൻ്റെ റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാൻ, അവരുടെ പ്രചരണം സംഘടിപ്പിക്കാൻ, വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ, മൺമറഞ്ഞുപോയ മനുഷ്യരുടെ ആ ദുരന്തത്തെ വിറ്റ് പണം വാങ്ങി ആ പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എത്ര ഹീനമായ കൃത്യമാണിത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള UDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിലെ സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖത്തിൻ്റെ പിന്നിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കണ്ണുനീരുണ്ട്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ കരയുന്ന മുഖമുണ്ട്. കോൺഗ്രസിൻ്റെ ഓരോ പ്രചരണ ബോർഡിൻ്റെയും പിന്നിൽ വയനാട്ടിൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ മനുഷ്യരുടെ വിലാപങ്ങളുണ്ട്. ഇനിയെങ്കിലും കോൺഗ്രസ് കേരളത്തിൻ്റെ മുൻപാകെ തുറന്നു പറയണം, എത്ര പണം പിരിച്ചു. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. ആപ്പ് വഴി അല്ലാതെ പോഷക സംഘടനകൾ വഴി നിങ്ങൾ എത്ര തുക പിരിച്ചു? ഈ തിരഞ്ഞെടുപ്പിലെ ഈ ഘട്ടത്തിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾ വയനാട് ദുരന്തത്തെ മറയാക്കി എത്ര തുക പിരിച്ചു? ആ സംഖ്യ പറഞ്ഞാൽ മതി. അതെന്താ പറയാൻ മടി? അതെന്തുകൊണ്ടാണ് പറയാത്തത്? ആ തുക ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചത്? ഇപ്പോൾ വലിയ തുക കയ്യിൽ സൂക്ഷിക്കാൻ പാടില്ലല്ലോ, ബാങ്കിൽ നിക്ഷേപിക്കണമല്ലോ. ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ആ തുക? പ്രതിപക്ഷ നേതാവ് പറയുന്നു KPCC പ്രസിഡന്റിൻ്റെയും അദ്ദേഹത്തിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും സംയുക്ത അക്കൗണ്ടിൽ, ജോയിൻ്റ് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചുവെന്നാണ്. അത് കളവാണ് എന്ന് തെളിഞ്ഞു. അങ്ങനെ ഒരു അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടില്ല എന്ന് വ്യക്തമായി. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലം കൂടി പരസ്യരേഖയായി മാറിയതോടെ അത് ഇല്ല, കള്ളമാണ് എന്ന് തെളിഞ്ഞു. ഏത് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു, എത്ര തുക കിട്ടി? ഇത് പറയാൻ എന്താ മടി? ജനങ്ങളിൽ നിന്ന് പിരിച്ച പണമല്ലേ?